സ്വരശുദ്ധി. സ്വരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വേദമന്ത്രങ്ങളുടെ പുസ്തകങ്ങൾ കാണുമ്പോൾ ഓരോ അക്ഷരങ്ങളുടെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ചില സിമ്പിൾസ് കാണാം. അതിനെയാണ് ശരിക്കും ഇവിടെ സ്വരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് വലിയൊരു കാര്യമല്ല. ഇപ്പോൾ ഈ സംസ്കൃതം ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ വേദമന്ത്രങ്ങൾ കൃത്യതയോടുകൂടി സ്വരശുദ്ധതയോടുകൂടി ഉച്ചരിക്കുന്നത് വലിയൊരു ടാസ്ക് അല്ല. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇപ്പം ഒരുപാട് മുതിർന്ന ആൾക്കാരൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അത് അമർത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിലുള്ള അൽഗോരിതം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആ ഗ്രാഫിക് മോഡിൽ അതിൽ ലൈക്ക് ബട്ടൺ ഉണ്ട്. അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അൽഗോരിതം അവിടെ ലൈക്ക് വന്ന ലൈക്കിനെടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു അൽഗോരിതത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോരോ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സ്വരങ്ങൾക്ക് ഓരോരോ ചിഹ്നങ്ങൾ ഇട്ടിരിക്കും. അപ്പോൾ ഓരോ സ്വരവും എന്താണ്, അവിടെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് സ്വരത്തോടു കൂടി മന്ത്രങ്ങൾ ഉച്ചരിക്കാനായിട്ട് പഠിക്കാം.